ബേസിക് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള വർക്കൗട്ടിനെ പറ്റിയാണ് വീഡിയോ. ഈ വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്നുള്ളൂ. അതിന് ഫസ്റ്റത്തെ എക്സസൈസ് ആണ് പ്ലാങ്ക്. അതൊരു 1 മിനിറ്റ് വരെ ഹോൾഡ് ചെയ്യാൻ പാകത്തിന് എത്തിക്കുക. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് താഴത്തേക്ക് ഇതുവരെ പോവാതെ മേളിലേക്ക് ഇതുവരെ പോകാതെ നോക്കുക. കോർ എപ്പോഴും ന്യൂട്രലായിട്ട് വയ്ക്കുക. രണ്ടാമത്തെ വർക്കൗട്ടാണ് പുള്ളപ്പ്. അപ്പോ എവിടെയും തൂങ്ങാൻ പാകത്തിനുള്ള സ്ഥലം കണ്ടെത്താം. എന്നിട്ട് പുള്ളപ്പ് ഒരു 10 എത്തിക്കാൻ നോക്കാം. ഇനിയിപ്പോ ഒരു പുള്ളപ്പ് പോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ചാടി പിടിക്കുന്ന പോലെ താഴത്തേക്ക് പോണേ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിന് കസേര ഉപയോഗിച്ച് മേളിൽ പിടച്ച് കയറാം. എന്നിട്ട് ഇതേപോലെ നെഗറ്റീവ്സ് ഫോക്കസ് ചെയ്യാം. മൂന്നാമത്തെ വർക്കൗട്ട് ടിപ്സ് ആണ്. 2 കസേരകൾ ചേർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ 2 മേശയായാലും മതി. പക്ഷെ അവരെ ഹൈറ്റിലായിരിക്കണം മാത്രം. അതുകൊണ്ട് ഇതേപോലെ പിടിക്കുക, മുട്ട് 2 മടുക്കുക, താഴത്തേക്ക് പൊങ്ങാം. ഇത് മിനിമം ഒരു 20 റെപ്പിറ്റേഷനിൽ എത്തിക്കാൻ നോക്കാം. ഇനിയിപ്പോ ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതേപോലെ പിടിക്കുക. നേരത്തെ പുള്ളപ്സിൽ ചെയ്യുന്ന പോലെ നെഗറ്റീവ്സിൽ ഫോക്കസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിലത്തേക്കല്ല, പൊങ്ങാൻ പറ്റണമെങ്കിൽ എണ്ടുവര പിന്നെയും ചെയ്യാം. ഇനി ഇതുപോലെ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഫസ്റ്റ് പുഷപ്സ് അടിച്ച് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കിടക്കുക. അവസാനത്തെ വർക്കൗട്ട് കാലിനുള്ളതാണ് പിസ്റ്റൽ സ്ക്വാട്സ്. ഇതൊരു 5 to 8 റെപ്പിറ്റേഷൻ ഒരു സൈഡ് ചെയ്യണം. അപ്പൊ അത് ചെയ്യാനുള്ള ശേഷി ഇല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു വേരിയേഷൻ തിരഞ്ഞെടുക്കുക. ഫോർ എക്സാമ്പിൾ മതില് അല്ലെങ്കിൽ എവിടെയും പിടിക്കുക, എന്നിട്ട് നെഗറ്റീവ്സ് അടിക്കുക, എന്നിട്ട് 2 കാലം വെച്ച് പോകാം. ഇനി ഇതും ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ലെങ്കിൽ സാധാരണ സ്ക്വാഡ്സ് അടിച്ച് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. എന്നിട്ട് പതിയെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്ത് ഈ പ്രോഗ്രഷനിലേക്ക് എത്താം. എന്നിട്ടൊരു 5 to 8 റെപ്പിറ്റേഷൻ വരെ എത്തിക്കുക ഒരു സൈഡില്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്.